ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനൊരു വലിയ കഷ്ണം കപ്പയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് വലുപ്പത്തിലും ആവരുത്. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചരുവത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കപ്പ ഇട്ടതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ എയറൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് കപ്പയൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം.
ഇനി സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.